അസ്സലാമലൈക്കും, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് നൈറ്റ് ഷിഫ്റ്റിന് വേണ്ടി പോവുകയാണ്. നമുക്ക് കുറച്ച് ദിവസം അങ്ങോട്ട് നൈറ്റ് ഷിഫ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം ഏകദേശം 9 മണിയായി. ഒരു 9:15 ആകുമ്പോൾ നമുക്ക് ഒരു 9:30 ആകുമ്പോൾ നമുക്ക് എയർപോർട്ടിനുള്ളിലെത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് ബ്രീഫിങ്ങിന് കയറണം. അപ്പം നമുക്ക് എന്തായാലും ഇറങ്ങാം, നേരം വഴിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ കമൺ ഗൈസ്. സോ ഗൈസ്, വണ്ടിമ്മ കയറിയിട്ട് പ്രത്യേകിച്ച് നമ്മൾ വീഡിയോ എടുക്കില്ല. വണ്ടി അവിടെ എത്തിയിട്ടേ വീഡിയോ എടുക്കുള്ളൂ. കാരണം നമ്മൾ ഫോണും ബാഗൊക്കെ കൂടി നമ്മൾ ഡിക്കിയിൽ വെക്കും. അപ്പോൾ നമുക്ക് ഞാൻ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. സോ ഗൈസ്, അങ്ങനെ നേരെ വർക്കിന് കയറാൻ വേണ്ടി പോവുകയാണ്. വർക്കിന് കയറുന്ന സമയത്ത് നമുക്ക് എയർലൈൻ ഓഫീസിൽ നിന്ന് പാസ്സൊക്കെ മേടിച്ചിട്ട് നേരെ നമ്മൾ എയർപോർട്ടിൽ കയറണം കേട്ടോ. ഇതാണ് എൻ്റെ ലാസ്റ്റത്തെ എയർപോർട്ടിലത്തെ വീഡിയോ എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഞങ്ങൾ ഫോൺ മേടിച്ചേക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു നല്ല വിഷമം എനിക്കുണ്ട് കേട്ടോ. ഞങ്ങളെ ഫ്ലോറത്തെ സ്റ്റാഫുകൾക്കൊക്കെ ഫോൺ മേടിച്ചേക്കൽ തുടങ്ങി, പക്ഷെ ഞങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഫോണിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഫോൺ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞങ്ങൾക്ക് പുതിയ ഒരു ഡ്യൂട്ടി സെല്ല് വന്ന കാരണം കൊണ്ട് ഞങ്ങളെ ഫോൺ എടുത്തു വെച്ചു. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കിങ്ങനെ അയ്യോ അന്നൊക്കെ ഫോൺ ഉണ്ടായിരുന്നല്ലോ വീഡിയോ എടുക്കാൻ ഇങ്ങനെ തോന്നി കേട്ടോ. അപ്പോൾ ഇതാണ് ലോഞ്ചിൻ്റെ ഉള്ളിലത്തെ എൻ്റെ അവസാനത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി ലോഞ്ചിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടുള്ള വീഡിയോൻ്റെ കൊണ്ട് എടുക്കാൻ പറ്റില്ല, കാരണം ഫോണില്ല. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഫോണേ ഉണ്ടാവാറില്ല. അങ്ങനെ നൈറ്റ് ഷിഫ്റ്റ് ആട്ടോ എനിക്ക് ഉണ്ടായിരുന്നത്. നൈറ്റ് ഷിഫ്റ്റ് നമുക്ക് വലിയ കുഴപ്പമില്ല, ഫോണില്ലാതൊക്കെ ഇങ്ങനെ പോവാട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നൈറ്റ് ഷിഫ്റ്റ് വേണ്ടി ഞാൻ നേരെ റൂമിലേക്ക് പോവാണ് ഗൈസ്. വർക്ക് കഴിഞ്ഞ് വരുന്ന വഴിക്ക് നല്ലൊരു മഴ പെയ്തു. സോ റെയിൻകോട്ട് ഇട്ടിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. നല്ല പച്ച റെയിൻകോട്ട്, മഞ്ഞ ഹെൽമെറ്റ്, ചുവപ്പ് സ്കൂട്ടി, ഇത്ര കോമ്പിനേഷനിൽ ആരും പോന്നിട്ടുണ്ടാവില്ല. അങ്ങനെ വർക്ക് കഴിഞ്ഞ് നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. ഞാൻ റെയിൻകോട്ട് ഊരാറില്ല കേട്ടോ. റെയിൻകോട്ട് ഇനി മേലെ കൊണ്ടുപോയിട്ട് അങ്ങനെ ഉണക്കിയിടും. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു വാട്ട സ്മെല്ലാക്കാരം. കാരണം അത് നമ്മളെ ടാർപ്പായ പോലത്തെ ഒരു ഇതല്ലേ. അപ്പോൾ അത് കാരണം കൂടെ ഭയങ്കര സ്മെല്ല് വരും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഊരാ നേരെ റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഫാൻ്റെ അടിയിടുക ചെയ്യാം കേട്ടോ. അത് ഞാൻ വേഗം ഉള്ളിൽ കയറാം. ഗൈസ്, നമുക്ക് മെല്ലെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം. കാരണം സാരി മൊത്താകെ നനഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം പോയി മാറ്റട്ടെ ഗൈസ്. നല്ലൊരു കുളി പാസ്സാക്കി വന്നു. ഇപ്പം തന്നെ പകുതി മുക്കാൽ സമാധാനമായി ആ മേക്കപ്പ് അങ്ങോട്ട് പോയപ്പോൾ തന്നെ. അപ്പോൾ ഇനിയൊന്ന് ഞാനൊരു 3 മണിക്കൂറിന് കിടന്നുറങ്ങും കേട്ടോ. അലാറം വെക്കും 3 മണിക്കൂറിന്. ഇനി 3 മണിക്കൂറൊന്ന് കിടന്നുറങ്ങും. എന്നിട്ട് നീട്ടിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ സമയം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ കിടന്നുറങ്ങും കേട്ടോ. അങ്ങനെ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ ചെയ്യാറ്. എനിക്കുള്ള വർക്കുകളൊക്കെ ചെയ്യാനുള്ള കാരണം കൊണ്ട് ഞാൻ 3 മണിക്കൂറേ കിടന്നുറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ഉറങ്ങിയിട്ട് വരാം കേട്ടോ. ഒരു ചെറിയൊരു നാപ്പ്. സോ ഗൈസ്, ഞാൻ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് നീറ്റ് വന്നിരിക്കുകയാണ്. ആക്ച്വലി നല്ല ഉറക്കമൊന്നും അല്ല. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വെറും 3 മണിക്കൂർ ഉറങ്ങിയിട്ട് നീക്കണം. അത്ര വലിയ നല്ല ഉറക്കമൊന്നും അല്ല കേട്ടോ. അപ്പോൾ പക്ഷെ എനിക്ക് വിശന്ന കാരണം കൂടി നീക്കാമെന്ന് വിചാരിച്ചു. ഒന്നാമത് പീരീഡ്സ് ആയ കാരണം കൂടി നമുക്കിങ്ങനെ ഗ്യാസ് കയറ്റി വെക്കാൻ പറ്റില്ല. നമുക്ക് ഗ്യാസ് കയറി അതിലേറെ വയറുവേദന ആവുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ടൈമിന് എന്തെങ്കിലുമൊക്കെ കഴിക്കൂട്ടെ, എന്തെങ്കിലുമൊക്കെ വയറ്റിനുള്ളിൽ ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മളെ വയറ്റിൽ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തൽ മാത്രമല്ല. എത്ര ആയാലും ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ഫുള്ള് ഇങ്ങനെ ചെയ്ത് തരുന്ന സമയത്ത് നമ്മൾ ഒരേ പാഡൊക്കെ വെച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നല്ല ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ. അത് വെക്കുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ഒരൊറ്റ സ്ട്രെച്ചിൽ ഒരൊറ്റ പാഡ് വെച്ച് വരുന്ന കാരണം കൊണ്ട് നമുക്ക് റൂമിൽ വന്നാൽ ഭയങ്കരമായിട്ട് ഫ്രീ ആവാൻ നല്ല ആഗ്രഹം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഫ്രീ ആവാൻ വേണ്ടി യൂസ് ചെയ്തൊരു പാഡ് ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ ആ പാഡ്. ഇതാണ് നമ്മുടെ എവേർട്ടീൻ്റെ സ്കിൻ തിൻ പാഡ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് പാഡ് വെച്ചൊന്നും തന്നെ ഫീൽ ആവില്ല കേട്ടോ. അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ അടിപൊളി പാഡാണ് കേട്ടോ. ഈ ഒരു പാക്കേജിൽ നമുക്ക് 40 പാഡ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അതും ഈ ഒരു പാഡ് എന്ന് പറയുന്നത് എക്സ്ട്രാ തിന്നും അതേപോലെ തന്നെ ഭയങ്കര സോഫ്റ്റും കംഫർട്ടബിൾ ആണ് കേട്ടോ. XL പാഡ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ലീക്കാവും അല്ലെങ്കിൽ ചെറുതാണെന്നൊക്കെ ആലോചിച്ചുള്ള പേടി ആവശ്യമില്ല. നല്ല തിന്നായിട്ടുള്ള പാഡാണ് കേട്ടോ. ഈ ഒരു പാഡിൽ മുരിങ്ങ ആൻഡ് അലോവേറ ഇൻഫ്യൂസ്ഡ് ആണ് കേട്ടോ. നമ്മൾ അലോവേറ സെൻസിറ്റീവ് സ്കിന്നിനെ കാം ആക്കാനും മുരിങ്ങ ഓർഡർ ഫ്രീ ആക്കാനും മറ്റും ഹെൽപ്പ് ചെയ്യും. 3x ഫാസ്റ്റർ അബ്സോർപ്ഷൻ ആണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലീക്കേജ് ആവുന്നുള്ള യാതൊരു പേടിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ സ്കിന്നിനെ ഡ്രൈ ആക്കി വെക്കാനും വെറ്റ്നസ് ഫീൽ ഉണ്ടാവാതിരിക്കാനും വേണ്ടിയും ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഡെർമറ്റോളജിക്കൽ ടെസ്റ്റർ ആയ കാരണം കൊണ്ട് നമുക്ക് യാതൊരു പേടില്ലാതെ യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു അടിപൊളി പ്രൊഡക്റ്റ് എന്തായാലും മേടിച്ച് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തു വെക്കാം കേട്ടോ. അതിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു 2-3-4 രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസമൊക്കെ ആയിട്ട് നമ്മൾ ഈ പാഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഡേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ സെക്കൻഡ് ഡേ തേർഡ് ഡേ ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു റിലാക്സിങ് ഫീൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പാഡാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിനി ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോട്ടെ ഗൈസ്. പുറത്ത് പോകുന്നില്ല, നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്ന ഞാൻ അവസാനം തീരുമാനം മാറ്റി. അവസാനം ഞാൻ പുറത്ത് പോകാൻ വേണ്ടി തീരുമാനിച്ചു.
ഹെൽമെറ്റൊക്കെ ഇട്ട് ഞാൻ സ്പ്രേ ഒക്കെ അടിക്കാൻ പോവുകയാണ് ഗൈസ്. ഐ ആം ഗോയിങ് ടു ഈറ്റ് മന്തി കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. കാരണം കുറേ ആയി മന്തി കഴിച്ചിട്ട്. അപ്പം മന്തി കഴിക്കാൻ ആഗ്രഹം തോന്നിയപ്പോൾ മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ മന്തി കഴിക്കാൻ പോവാണ് ഗൈസ്. ഏത് കടയാണെന്നറിയില്ല, നമുക്ക് നല്ലൊരു കട കണ്ടെത്തിയിട്ട് മന്തി കഴിക്കാൻ പോവാം. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ ഇവിടെ കാലിക്കറ്റ് മക്കാനി പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് കേട്ടോ. അവിടുത്തെ ഫുഡെല്ലാം അടിപൊളിയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് മന്തി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ എനിക്ക് ജ്യൂസ് കുടിക്കാൻ പോയത്. അപ്പോൾ ഒരു പൈനാപ്പിൾ ജ്യൂസ് മേടിച്ചു കേട്ടോ. പിന്നെ ഒരു ഡ്രാഗൺ ചിക്കനും മേടിച്ചു. പിന്നെ ബിരിയാണി മെനുവിൽ കണ്ട ബിരിയാണി മേടിക്കാൻ ഞാൻ എന്തായാലും പോകില്ല. ബിരിയാണി മേടിച്ചു കേട്ടോ. ഡ്രാഗൺ ചിക്കനും ബിരിയാണിയും ആണ് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോയത്. സ്റ്റാർട്ടറായിട്ട് ഡ്രാഗൺ ചിക്കൻ കണ്ടപ്പോൾ ഓക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്ന് കയ്യിൽ ഇച്ചിരി പൈസ ഇരുന്നിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് ദൂർത്തടിച്ചതാണ്, വേറെ ഒന്നല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ ബിരിയാണി ഞാൻ കഴിച്ചു നോക്കിയില്ല കേട്ടോ. മന്തി കഴിച്ചു നോക്കണം. ഇവിടുത്തെ മന്തി നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി കഴിച്ചപ്പോൾ ബിരിയാണിക്ക് ഭയങ്കര ഇഷ്ടമായി. ബിരിയാണി നല്ല അടിപൊളി ബിരിയാണിയാണ്. ഇവിടെ കൊച്ചിയിൽ നമ്മളെ മലബാർ സൈഡത്തെ പോലത്തെ ബിരിയാണി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ ഇത് കറക്റ്റ് നമ്മളെ മലപ്പുറത്തു നിന്നൊക്കെ നമ്മൾ ബിരിയാണി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ട്, അതുപോലത്തെ ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ ഞാൻ നല്ല വയറ് നിറച്ച് കഴിച്ചു ഗൈസ്. സോ ഗൈസ് അങ്ങനെ ഫുഡ് കഴിച്ച് വന്നു. ഇനി നല്ലൊരു സൂപ്പർ ഉറങ്ങണം. കാരണം നല്ല ദമ്മിൽ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ബീഫ് ബിരിയാണി ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ എന്താ പറയുക, എനിക്ക് ഭയങ്കര നമുക്കൊരു പ്രൗഡ് മൂമെന്റ് ഉണ്ടാവില്ലേ, നമ്മൾ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് പൈസ സമ്പാദിച്ച് അതിന് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കണതൊക്കെ. ഇപ്പം എൻ്റെ മമ്മ കുറേ കാലമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. അതായത് മമ്മ സമ്പാദിച്ച് ഫുഡ് മേടിച്ച് കഴിക്കല്, മമ്മക്ക് സ്വയം ഇഷ്ടമുള്ള സാധനം മേടിക്കല്, ഞങ്ങൾക്ക് മേടിച്ച് ഇതൊക്കെ മമ്മ കുറേ ആയിട്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷെ ഞാനിത് ഇപ്പോഴൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെ ഓരോ എനിക്ക് ഇഷ്ടമുള്ള സാധനം മേടിക്കുന്ന സമയത്ത് ഇഷ്ടമുള്ള ഫുഡാണ് ഇത് മെയിൻ. അപ്പം അത് കഴിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ആലോചിക്കും, ഓക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ട് മേടിക്കുന്ന ഫുഡാണല്ലോ, അതാണ് കഴിക്കണമെന്ന് ആലോചിച്ചിട്ട് ഞാൻ ഭയങ്കര ഇന്നെ തന്നെ വെൽഡൻ അങ്ങനെ പറഞ്ഞ സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയാ, അങ്ങനെ എനിക്ക് എൻ്റെ മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞ രീതി കേട്ടോ. നല്ല ബീഫ് ബിരിയാണി, സൂപ്പർ ബീഫ് ബിരിയാണി ആയിരുന്നു. അപ്പം അങ്ങനെ കഴിച്ചിട്ട് കുറച്ചെടുത്ത് കിടന്ന് ഉറങ്ങണം. പിന്നെ നൈറ്റ് ഷിഫ്റ്റിന് വീണ്ടും പോകണം. എന്താ ചെയ്യാം, ഇതൊക്കെ തന്നെ ഡെയിലി റൊട്ടീനുമാണ്, വേറെ ഒന്നും പറയാനില്ല. അപ്പം എന്തായാലും ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഉറങ്ങി നിൽക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ ഒരു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്നു, അടുത്ത നൈറ്റ് ഷിഫ്റ്റിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു റൊട്ടീനാണ്. ഷിഫ്റ്റ് കഴിയുക വരിക, വീണ്ടും ഷിഫ്റ്റിന് പോവുക വരിക, ഇത് തന്നെയാണ് റൊട്ടീന്. വേറെ പ്രത്യേകിച്ച് ഒരു റൊട്ടീനും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ നൈറ്റ് ഷിഫ്റ്റിന് പോവുകയാണ്. ഇന്നൊന്നും ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ ഫോൺ എടുത്ത് വെക്കാനായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം പുതിയ ഡ്യൂട്ടി സെല്ലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 2-3 ദിവസം മുമ്പാണ് എൻ്റെ ഡ്യൂട്ടി സെല്ലല്ല ലോഞ്ചിക്ക് ഡ്യൂട്ടി സെല്ല് വന്നത്, ഫോൺ എടുത്ത് വെക്കൽ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റിന് പോകാൻ വേണ്ടി നല്ല ഒരുങ്ങിക്കൊണ്ടിരിക്കുക. നൈറ്റ് ഷിഫ്റ്റ് പോകുന്ന സമയത്ത് അങ്ങനെ വലുതായിട്ട് ഫൗണ്ടേഷനൊന്നും തേക്കില്ല കേട്ടോ. ജസ്റ്റ് ബ്ലഷൊക്കെ ഇടും, ഐലൈനർ എഴുതും, അങ്ങനെ മിനിമൽ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്തിട്ടാണ് നൈറ്റ് ഷിഫ്റ്റിന് പോവുക. കാരണം ഫൗണ്ടേഷൻ്റെ വലിയ അത്യാവശ്യമല്ല. അപ്പോൾ എന്തായാലും നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ ബൈ ബൈ, സി യു.